ലോകത്ത് ഇത്രയധികം അന്തർദേശീയ പ്രമേയങ്ങളെയും അന്തർദേശീയ സ്ഥാപനങ്ങളെയും അന്തർദേശീയ നിയമങ്ങളെയും പുച്ഛിച്ചു തള്ളിയ ഒരു രാഷ്ട്രം ഇസ്രായേലിനെ പോലെ വേറൊരു രാജ്യവുമില്ല. അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെമ്മാടി രാജ്യത്തിന്റെ അവസ്ഥയിലേക്ക് ആ രാജ്യം എത്തി നിൽക്കുന്നത്, ഒരു ടെററിസ്റ്റ് രാജ്യമായി മാറി നിൽക്കുന്നത്. കാരണം ഈ പരമാധികാരമുള്ള രാജ്യത്തിലേക്ക് കടന്നു കയറി അതിനകത്ത് ഇരിക്കുന്ന ആളുകളെ, ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുക, അതിന്റെ സൈനിക മേധാവിമാരെ കൊല്ലുക, എംബസി ഉദ്യോഗസ്ഥന്മാരെ കൊല്ലുക, ഇതൊക്കെ ചെയ്യാൻ ഒരു തെമ്മാടി രാജ്യത്തിനല്ലാതെ മറ്റാർക്കാ കഴിയുന്നത്? അപ്പൊ അങ്ങനെ, അതായത് ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ തന്നെ വളരെയധികം പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് പാസ്സായിക്കൊണ്ടിരിക്കുന്നത്, അത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കവേ തന്നെ നമുക്കറിയാം ഈ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ഇസ്രായേലിനെയും അല്ലെങ്കിൽ യഹൂദ ലോബികളുടെയും പ്രചാരണങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുകയും അവയെ വളരെ പെരുപ്പിച്ച് കാട്ടുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇന്ന് നമ്മൾക്കറിയാം ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സമാധാന കരാർ 2015 അംഗീകരിച്ച സമാധാന കരാർ 2018 ട്രംപ് അട്ടിമറിച്ചത് കൊണ്ടുണ്ടായതാണ് ഇന്നത്തെ വാസ്തവത്തിൽ ഈ ഇസ്രായേൽ സംഘടന. അതിനെ അന്ന് അട്ടിമറിച്ചിട്ട് ഇപ്പോൾ അത് വീണ്ടും കരാർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് വാസ്തവത്തിൽ എന്താ അർത്ഥമാണുള്ളത്? ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഒപ്പിട്ട് തരണം എന്ന് പറയാൻ ഏതെങ്കിലും ആത്മാഭിമാനമുള്ള രാജ്യത്തിന് സാധ്യമാണ്?